ഹലോ, വെൽക്കം ടു അജി കിച്ചൻ. ഇന്ന് ഞാനൊരു സ്നാക്സ് റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഈ കപ്പിന് ഒരു 1.5 കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടിട്ടുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ റവ എടുത്തിട്ടുണ്ടേ. ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇതിനൊരു ചെറിയൊരു മസാല എന്തല്ല, ഒരു കണ്ടു നോക്കി, 2 പച്ചമുളക്, ഒരു 4 അല്ലി വെളുത്തുള്ളി, ഇതൊന്ന് ചതച്ചെടുത്തോണ്ടിരാം. ഈ ചതച്ചെടുത്ത് ഈ വെളുത്തുള്ളിയും പച്ചമുളകും ഇല്ലേ ഇതിനകത്തിട്ട് കൊടുക്കാം. ഇതിനകത്ത് ഇതിനാവശ്യമുള്ള ഉപ്പ്, ഇതിനകത്തൊരു 1/4 ടീസ്പൂൺ അയമോദകം, അതൊന്ന് നല്ല ഞെവിടി ഇട്ട് കൊടുക്കുക. ഇതിനകത്ത് 1 ടീസ്പൂൺ വേണ്ട, 3/4 ടീസ്പൂൺ മുളക് പൊടി. ഇത് പിരിയമുളക് പൊടി ഇട്ടേക്കുന്നേ. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതിങ്ങനെ ഇരിക്കട്ടെ. ഇനി ഇതിനകത്ത് ഞാനൊരു അടുപ്പ് കത്തിക്കാൻ പോവാണ്. നമുക്കിത് ചെറിയ അടുപ്പ് കത്തിക്കാൻ. പാത്രത്തിനകത്ത് വെച്ചിട്ട് ഇതിനകത്ത് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തേ. മതി, ഇത് മതി. 2 ടേബിൾ സ്പൂൺ ഇല്ല, കുട്ടിപ്പാത്രേ. എണ്ണ നല്ല ചൂടാവട്ടെ. എണ്ണ ചൂടാവട്ടെ. എണ്ണ നല്ലപോലെ ചൂടായിട്ട് വേണം ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കേ. എണ്ണ ചൂടാവട്ടെ. ഈ ചൂടായി വരുന്ന എണ്ണയിലോട്ട് 2 കറിവേപ്പില, ഒരു പിടി മല്ലിയില, നല്ലതുപോലെ നോക്കണേ. ഇത് ഗ്യാസ് ഓഫാക്കി ഇത് ഈ മാവിലോട്ട് ഒഴിച്ചു കൊടുക്കേ. ഇത് ചൂടോട് തന്നെ നമുക്കിങ്ങനെ കുഴച്ചെടുക്കാം. നല്ല മണം. എന്ത് മല്ലിയിലയും കറിവേപ്പിലയും കൂടെ വെളിച്ചെണ്ണ മൂപ്പിച്ച മണമില്ലേ, നല്ലൊരു മണം. ഇനി ഇത് നല്ല മിക്സ് ചെയ്യണേ. കണ്ടല്ലേ, ഉണ്ടോ?
ഇതാ ഇതിൻ്റെ പരുവം. ഇനി നമുക്ക് ഇതിനകത്ത് കുറേശ്ശെ വെള്ളം എടുത്ത് കുഴച്ച് ചപ്പാത്തി പരുവത്തിൽ കുഴച്ചെടുക്കാം. ഉപ്പ് നോക്കിക്കോണം. ചായയുടെ ഒക്കെ കഴിക്കാൻ എന്ത് ടേസ്റ്റാണ് ഇത്. ഇനിയിപ്പോൾ സ്കൂളൊക്കെ അടയ്ക്കാൻ പോവല്ലേ, ഇതൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു 2-3 മാസത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റേ. പിള്ളേരൊക്കെ വീട്ടിൽ നിൽക്കുമ്പോൾ ഇതുപോലെയൊക്കെ പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ച് കൊടുക്കാം. മതിയേ. ഓക്കെ, ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് അടുപ്പൊന്ന് കത്തിക്കാം. ഞാൻ കുറച്ച് റിഫൈൻഡ് ഓയിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ചെറിയ തീയിൽ വെച്ചേക്കേ, എണ്ണ ചെറുതായിട്ട് ചൂടായി കിടക്കട്ടെ. ഇനി നമുക്ക് വേണ്ടത് ഇത് പരത്താം. ആവിയിൽ നിന്ന് കുറേശ്ശെ എടുക്കേ. അജി കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ ഉപകാരം. നന്ദിയുണ്ടേ. കയ്യിൽ ഇച്ചിരി എണ്ണ തടവിയിട്ട് ഇത് പരത്താൻ. ചപ്പാത്തിക്കൊന്ന് പരത്തുന്ന കണക്ക് പരത്തണേ. പരത്തിയിട്ട് ഒരു ഫോർക്ക് കൊണ്ടുവന്ന് ഇതിൻ്റെ പുറത്തൊക്കെ ഇങ്ങനെ കുത്തി കുത്തി കൊടുക്കണേ. കാര്യം അല്ലെങ്കിൽ ഇത് പൊള്ളി വരും, ഭൂരി പോലെ. അതുപോലെ വേണ്ടല്ലോ. മതിയേ. എന്നിട്ട് ഏത് വലുപ്പത്തിൽ വേണമെങ്കിലും ഒരു വട്ടം വെച്ച് ഇങ്ങനെ ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ട് എടുത്തെടുത്ത് വെക്കാം. ബാക്കി ഇതുപോലെ
മാവെടുത്ത് കുറച്ച് തോനെ എടുത്താലും വട്ടത്തി പരത്തി എടുക്കാം. നമ്മൾ എടുക്കുന്ന മാവനുസരിച്ച് എണ്ണം കൂട്ടേ. ഇച്ചിരി എണ്ണ ഇതുപോലെ പരത്താൻ. അതുപോലെ തന്നെ കുറച്ച് പരത്തി വെച്ചിട്ട് വേണം തുടങ്ങാൻ. പക്ഷെ 4 ആക്കാൻ ഞാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. കുറച്ച് മാവ് ഏറെ എടുത്തിട്ട് ഞാനേ ഇത് കുത്തിയില്ലായിരുന്നു പരത്തിയപ്പം. അതങ്ങ് കുത്തി കൊടുക്കല്ല, അല്ലെങ്കിൽ ഇത് പൊള്ളിച്ച് വരും. ഇത് കട്ട് ചെയ്യുന്നതിന് മുമ്പേ പരത്തിയിട്ട് കുത്തുന്നേ നല്ലത്. നമുക്ക് പരത്തേ നല്ല നൈസായിട്ട് പരത്തണം. എന്നുവെച്ചാൽ ചപ്പാത്തിക്ക് പരത്തുന്നതാണ് ഇത്. എൻ്റെ ഈ തറ തെന്നുന്നുണ്ട്. കട്ടിക്ക് പരത്തല്ലേ. പരത്താൻ പാടൊന്നുമില്ല, പക്ഷെ ഈ തറ തെന്നുന്ന കണ്ടോ, അതുകൊണ്ടാണ് പോകുന്നത്. ഞാൻ ടവലിട്ടിട്ടാണ് സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്നത്.
കട്ട് നോക്കട്ടെ. നമുക്കിതിലും ചെറുതായിട്ടും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമ്മുടെ കയ്യിലുള്ള ചെറിയ ഗ്ലാസ്സിന് കൊണ്ട് കട്ട് ചെയ്യാം. ഓ, ഇത് കുത്താൻ മറന്നു. ഇതിൻ്റെ പുറത്ത് കുത്തി 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 കൊടുക്കണം, അല്ലെങ്കിൽ പപ്പടം പൊള്ളുന്നാണെങ്കിൽ പൊള്ളിപ്പോവേ. അതിന് വേണ്ടിയിട്ട് ഈ കുത്തുന്ന പൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട്. അതെ, നമ്മുടെ ലാസ്റ്റ് മാവാണിത്. ഇതും കുഴച്ച് പിന്നെയും കട്ട് ചെയ്തിട്ട് വരും. ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ, കട്ട് ചെയ്ത ഭാഗങ്ങൾ കണ്ടില്ലേ, അത് ഇത്രയും റെഡിയാക്കി വെച്ചിട്ടുണ്ടേ. എണ്ണയും നല്ല ചൂടായി വന്നിട്ടുണ്ട്. ഇതും കൂടെ പരത്തിയിട്ട് ഒരുമിച്ചുണ്ടാക്കാം. കണ്ടില്ലേ, നമ്മുടെ തട്ടയെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്തെടുക്കാം. എണ്ണ തീരെ കുറച്ചും വെക്കണ്ട, കൂടിയ ഫ്ലെയിമും വെക്കണ്ട, മിഡിലിൽ. എണ്ണയിലോട്ടിട്ട് കൊടുക്കേ. നല്ല ചൂടാവട്ടെ. നമുക്കൊരു ടിഷ്യൂ പേപ്പർ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ ഈ കുഴച്ച പാത്രത്തിൽ തന്നെയാണ് ഇടുന്നത്. തോനെ തീയിട്ട് കൊടുത്താൽ ഇതങ്ങ് കരിഞ്ഞു പോകും. കരിഞ്ഞു പോകുമല്ല, ഉള്ളു ആ ക്രിസ്മസ് വരത്തില്ലേ. തീ മീഡിയത്തിൽ കിടക്കേ. ഇടയ്ക്ക് ഇങ്ങനെ തിരിച്ചിട്ട് പിന്നെ ചെറുതായിട്ടൊന്ന് കുറച്ചും കൊടുത്താണേ. പിന്നെ സിമ്മിലിട്ട് കൊടുക്കല്ലേ. ഇത് റെഡിയായേ, നമുക്കിതെടുക്കാം. ഇനി അടുത്തതും ഇതുപോലെ ഇട്ട് കൊടുക്കാം.
ഇപ്പം ചൂടല്ലേ ഇത്, തണുക്കട്ടെ. നമ്മുടെ രണ്ടാമത്തെ ട്രിപ്പും റെഡിയായേ. അടുത്ത കുഴപ്പമില്ല, 4ഉം 5ഉം ഒക്കെ ഇട്ട് കൊടുക്കേ. നമ്മുടെ മൂന്നാമത്തെ ട്രിപ്പും എടുത്തേ. ഈസിയാ, പെട്ടെന്നുണ്ടാകാം ഇത്, വേറെ പണിയൊന്നുമില്ലല്ലോ. നല്ല സ്വാദിഷ്ടമായ തട്ടേ. ഈ മേള് കുത്താൻ മറക്കരുതേ, ഞാൻ മൊത്തത്തിലങ്ങിടുവാണ്. ഇടക്കട്ടെ, ഞാൻ ലാസ്റ്റ് എല്ലാം വെട്ടി 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 വന്നപ്പോൾ ലാസ്റ്റ് വരത്തില്ലേ, അത് ഒറ്റ ഒരു വലിയ ഒരെണ്ണം ആക്കി എടുത്തിട്ടുണ്ടേ. അതുകൂടെ കിടക്കട്ടെ, അത് ഇതും കൂടെ ഒരുമിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ 4ാമത്തെ ട്രിപ്പും റെഡിയായേ, അതും എടുക്കാം. അപ്പോഴിട്ട് കൊടുത്ത ഒരേ തീയിലാണ് ഇത് കിടക്കുന്നേ. ഓക്കെ, തീ മീഡിയത്തിൽ കിടക്കുകയാണ്. മീഡിയത്തിനും കുറച്ച് കുറവാണ് കേട്ടോ. തീ തീരെ കുറയ്ക്കുകയും ചെയ്യരുതിന്. ഓക്കെ, ഇനി ഇത് അടുത്ത ട്രിപ്പ് ഞാൻ പറഞ്ഞില്ലേ, ദേ വലുത് ലാസ്റ്റ് വന്നത് ഉണ്ടോ, ഒറ്റ പരത്തലിന് എടുത്ത്. ഈ മേളിൽ കുത്താൻ മറക്കല്ലേ, അല്ലെങ്കിൽ പൊള്ളിച്ച് വരും. ലാസ്റ്റ് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് ഗ്യാസ് ഓഫാക്കി ഇതൊന്ന് തണുക്കട്ടെ, നല്ല ചൂടാണ്. ഓക്കെ, എണ്ണ നോക്കിയേ, എണ്ണ കുടിച്ചിട്ട് ഒന്നും ഇല്ലാണ്ട, എണ്ണ ഒഴിച്ച കണക്ക് തന്നെ ഇരിക്കുകയാണ്, എണ്ണ കുടിക്കില്ല. ഓക്കെ, ഇതിൻ്റെ പുറത്തൊന്നും എണ്ണയൊന്നും ഇല്ല. ഓക്കെ, ഇതൊന്ന് തണുക്കട്ടെ, നല്ല ചൂടുണ്ട്. നമ്മുടെ പപ്പടമൊക്കെ തണുത്തേ. ഓക്കെ, ചെറിയ 1.5 കപ്പ് മാവും ഒരു 2 ടേബിൾ സ്പൂൺ പിന്നെ റവയും കൂടെ ഇട്ട് കൊടുത്തതേ. ഗോതമ്പ് മാവാണേ ഇത്. ലാസ്റ്റ് പരത്തിയത്, ലാസ്റ്റ് മാവ് വരത്തില്ലേ, നമ്മളെല്ലാം കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞ് ലാസ്റ്റ് വരുന്ന ഒറ്റപ്പുറത്ത്. ഓക്കെ, ഓ ഉണ്ടാ കണ്ടാ കണ്ടാ നല്ല നല്ല എന്താ, ഇതിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിനകത്ത് റെഡി വെച്ചിരുന്നാൽ പിള്ളേർക്ക് കയറി ഇറങ്ങിയും കഴിക്കാം. ചായക്കൊക്കെ നല്ല രസം കഴിക്കാനായിട്ട്. അപ്പം ഒരു സുലൈമാനി ഉണ്ടാക്കിയിട്ട് ഇതൊന്ന് കഴിച്ചു നോക്കേ, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം. ഇതിൻ്റെ കമൻറ്റ് പറയാൻ മറക്കല്ലേ.